ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ വചനം കേൾക്കണം, വചനത്തെ സ്നേഹിക്കണം. അപ്പോൾ ഉടമ്പടി താനെ, നിങ്ങൾ ഉടമ്പടി വെച്ച നിയോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് ചിന്തിക്കേണ്ടത് ആരാണ്? അത് കർത്താവാണ്. നമ്മൾ അവയവങ്ങളല്ലേ. തലയാരാ? പണ്ടേ ഊംബ്രാണ്ടെന്നും പറഞ്ഞൊരു വലിയ ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു. ഊംബ്രാണ്ടിൻ്റെ മകനാണ് മൈക്കിൾ ഊംബ്രാണ്ട്. മൈക്കിൾ ഊംബ്രാണ്ട് പയ്യനായിരുന്ന സമയത്ത് ഊംബ്രാണ്ട് 14 കൊല്ലം കമ്മ്യൂണിസ്റ്റ് തടവറ ജീവിച്ച ആളാണ്. അപ്പോൾ ഞാൻ ഊംബ്രാണ്ടിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാനത് 77. അപ്പോൾ അദ്ദേഹം അന്ന് പ്രസംഗിച്ചത്, അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൻ മൈക്കിൾ ഊംബ്രാണ്ട് എൻ്റെ അടുത്ത് വന്നു, പപ്പ എനിക്ക് ബോറടിക്കണമെന്ന് പറഞ്ഞു. പപ്പ എനിക്ക് ബോറടിക്കണേ. അപ്പോൾ അവന് അന്ന് 9 വയസ്സേ പറ്റേ ഉള്ളൂ. അപ്പോൾ അവന് അങ്ങ് പറയാനുള്ള കഴിവുണ്ട് അവന്. അപ്പോൾ പറഞ്ഞ്, നീ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കും മോനെ എന്ന് പറഞ്ഞ്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഊംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഊംബ്രാണ്ട്, റിച്ചാർഡ് ഊംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഊംബ്രാണ്ട് പയ്യൻ പറഞ്ഞ്, ദൈവം വലിയ ആളല്ലേ, ഈ വലിയ ആളെ എൻ്റെ കൊച്ചു തല കൊണ്ട് ഞാൻ എങ്ങനെ ചിന്തിക്കാനാണെന്ന് ചോദിച്ചു. അതാണ് അവൻ ചോദിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് എന്നെക്കൊണ്ട് ചിന്തിക്കട്ടെ എന്ന്. അവൻ കൊച്ചാണെങ്കിലും അവൻ പറയണ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കാരണം അവൻ ദൈവത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവന്. അപ്പോൾ ദൈവം തലയാണ്, അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് തലയാണെന്ന്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഉടമ്പടി നിയോഗങ്ങൾ നിറവേറ്റേണ്ടത് ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് ദൈവം ചിന്തിച്ചോളൂ. നമ്മുടെ ചിന്ത വരണവൻ ആവശ്യമില്ല. ഉടമ്പടി നിയോഗം, ജോലി, വീട്, വിവാഹം, നിൻ്റെ പഠനങ്ങൾ, നിൻ്റെ ജീവിത പങ്കാളി, അതിനെക്കുറിച്ച് നീ ഇനി തല കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതെന്താണ്? നീ അത് ഏൽപ്പിച്ചു. വലിയ തലക്ക് ചിന്തിക്കാൻ കൊടുത്തിരിക്കുകയാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. സന്തോഷത്തോടെ അപ്പോൾ ദൈവത്തിന് ചിന്തിക്കാൻ കൊടുക്കുക. നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിച്ചോളൂ. നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തിന് എങ്ങനെയാണ് ദൈവം ഉൾക്കൊള്ളുന്നൊരു പാത്രമായി ഞാൻ എങ്ങനെ മാറണമെന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി ദൈവം എന്താ എൻ്റെ ജീവിതത്തിൽ ചെയ്യണത്? പ്രസാദവരം ലഭിക്കാൻ വേണ്ടി പ്രശ്നങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പറവോൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കും. പറവന് 9 ധ്യാനമാണ് കൊടുത്തത്. ആ പന്നി ഒന്നും മനസ്സിലാക്കിയില്ല. 9 പ്രാവശ്യം ധ്യാനിപ്പിച്ച് മോസസ് പോയിട്ട് അടിയൊക്കെ പിടിച്ച് ധ്യാനിപ്പിച്ചത്. ഏറ്റവും വലിയ ധ്യാനഗുരുവാണ് മോസസ്. 9 പ്രാവശ്യമാണ് ധ്യാനിപ്പിച്ചത്, ഒന്നും ഏറ്റില്ല. അവൻ കഠിനമായി. ആ വെള്ളത്തിൽ മുങ്ങി ചത്ത് അവൻ്റെ ആൾക്കാരും. മോസസ് അതിനെക്കുറിച്ച് വേറെ സങ്കീർത്തനം എഴുതി. കാരണം ഞാൻ 9 പ്രാവശ്യം ധ്യാനിപ്പിച്ചവനാണ്. അവൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവം കഠിനമാക്കുമ്പോൾ ഓർക്കുക, കൈവിട്ട കളിയാണത്. സൂത്രമാണ്. നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റണില്ല, തെറ്റായ തീരുമാനത്തെ പിന്മാറാൻ പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്മാറാൻ പറ്റുന്നില്ല എന്നല്ല, ദൈവം കൈവിട്ടോ എന്ന് നിങ്ങൾ അനുഭവിച്ച് നോക്കണം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഭവിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മോസസ് ഇതൊക്കെ പഠിച്ചപ്പോൾ മോസസ് എഴുതിയ പുസ്തകം തന്നെ നിയമാവർത്തനം. മോസസ് ഇത് പഠിച്ചില്ലേ? എന്താ കാര്യം? സൗമ്യതയുടെ അടിസ്ഥാനം എന്താണ്? അതെന്താണ്? ദൈവം ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവൃത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും വെളിപ്പെടുത്തി. ഇപ്പം എന്തിനു വേണ്ടിയാണ് ഒരു ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ്? ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, മാതാപിതാക്കന്മാരോട് പലരോടും എൻ്റെ അടുത്ത് വരും പറയുന്നു, മക്കളെ അവൻ്റെ സ്വഭാവം കുറച്ചു കാലം കൂടി ഇങ്ങനെ ഉണ്ടാകും, നിൻ്റെ പ്രാർത്ഥന കുറച്ചു കാലം കൂടി നീ തുടരണം. കാര്യം എന്താണെന്നറിയാമോ? നിൻ്റെ രക്ഷ നിൻ്റെ മക്കളിൽ നിന്നാണ്. പല മാതാപിതാക്കന്മാരും പ്രാർത്ഥന കിട്ടിയിരിക്കുന്നതും പ്രാർത്ഥിക്കാൻ പഠിച്ചതും മക്കൾ പോക്രികളായതുകൊണ്ടാണ്, സ്വനിവാസികളായതുകൊണ്ടാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലേ നമ്മൾ വിശുദ്ധരായത്. അതായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി. അതായത് നമ്മളുടെ ചില സാഹചര്യങ്ങൾ, നിങ്ങളുടെ നാത്തൂനായാലും അയൽവാസി ആയാലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചിന്തിക്കണത്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും നേരെ കടകവിരുദ്ധമായിരിക്കും അവർ ചിന്തിക്കണത്. നിങ്ങൾ നന്മയായിട്ട് വേണ്ടി ചിന്തിക്കും, അവരതിൻ്റെ തിന്മ കണ്ടെത്തും. അതിൻ്റെ അകത്ത്
അപ്പോൾ ദൈവമേ ഇതൊക്കെ ഇത്രയും ജാതികൾ ഭൂമിയിലുണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് തലയെ പിടിച്ച് നിങ്ങൾ തന്നെത്താൻ പ്രാഗിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വഴി ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുകയാണ്. അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 1 കൊരിന്തോസ് 7:14 എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ എപ്പോഴും വിശുദ്ധീകരിക്കപ്പെടുന്ന അവിശ്വാസികളെ കൊണ്ടാണ്. ദൈവത്തെ വിശ്വസിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും കൊണ്ട് അവർ കാണിക്കുന്ന കാട്ടായം കോപ്രായം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ വിശുദ്ധീകരിക്കണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ? സൗമ്യത ഉണ്ടാകണം, സത്യം അറിയണം. സത്യം നിങ്ങളെ സ്വതന്ത്ര അവിശ്വാസികളെ, ആ വീട്ടിൽ തന്നെയുള്ള അവിശ്വാസികളായ അയൽവാസികളായ അവിശ്വാസികളായ നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവുന്ന സെന്റ് പോൾ പറയുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തുതി. ഓ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തുതി. യേശുവേ ആരാധന യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ പലപ്പോഴും നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇല്ലാതെ അവിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നവരാണ്. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യണത് എന്താണ്? അവർ ദൈവത്തെ അറിയാൻ ഇടയാക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായ? അവർ മാനസാന്തരപ്പെടുക എന്നുള്ളതല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുക എന്നല്ല. പണ്ടൊരു കൂട്ടുകാരൻ എന്നോട് പറയുമായിരുന്നു, എൻ്റെ അച്ഛാ ലോകം അവസാനിക്കണം, ഞാനൊരു വേലനും മാത്രമാണെന്ന്. തമാശ പറഞ്ഞാണ്. ലോകം അവസാനിക്കണം, ഞാനൊരു വേലനും മാത്രമാകണം. എന്തിനാണ് അത് തെങ്ങക്കാര് കയറുമെന്ന് എന്ന് പറയണ പോലെയാണ് ആൾക്കാർ പറഞ്ഞത്. നമുക്ക് മാത്രം സമാധാനം ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ വിജയിക്കത്തില്ല. എന്താ വിജയിക്കാത്തതിൻ്റെ കാരണം? അവർ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ ദൈവമേ, എനിക്ക് അലോസരം ഉണ്ടാക്കുന്നവരെ, എന്നെ അലട്ടുന്നവരെ, എന്റെ സമാധാനം കെടുത്തുന്നവരെ അങ്ങേ കണ്ടെത്തി ജീവിക്കുവാൻ ഇടയാക്കണമേ. അപ്പൊ ഇതാണ് ഉടമ്പടിയുടെ ഒരു പെരുമാറ്റ ക്രമങ്ങൾ എന്നൊക്കെ പറയണത്. ഇത് മോശസിന് അറിയാവുന്ന കൊണ്ട് മോശസ് എന്തെല്ലാം വിഷയം ഉണ്ടായാലും പാത്രമാണ് താനെന്നും ആ സൗമ്യതയോടുകൂടി ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ വരെ ആ മനുഷ്യന് സൗമ്യത കീപ്പ് ചെയ്യും. എന്താ ഞാൻ മോശസ് എഴുതിയ ഒരു പുസ്തകത്തിലെ മോശസ് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നിയമാവർത്തനം എടുത്തേ 8:3 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിയമാവർത്തനം 8:3 അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും. അത് കണ്ട മരുഭൂമിയിലൂടെ വന്ന സംഭവമാണ്. എന്താണ് പറഞ്ഞ? അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അപ്പൊ ഈജിപ്തിലൂടെ ഇറച്ചിച്ചട്ടയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരുന്നു. ഞങ്ങളിവിടെ ഈ മരുഭൂമി കൊണ്ട് ഞങ്ങളെ മരിക്കാനാണ് കൊണ്ടുവന്നെന്ന് ഇവർ ചോദിക്കണത്. അപ്പോൾ മോശസ് എന്താ സൗമ്യനായിട്ട് അവിടെ നോക്കും. അവരോടൊന്നും പറയത്തില്ല. എന്താ കാര്യം? മോശസിന് ഇതറിയാം. എന്താണ്? ഇപ്പം മരുഭൂമിയിലൂടെ നയിക്കപ്പെടുകയാണ്, വിശപ്പറിയാൻ വിട്ടിരിക്കുകയാണ്. അതെന്തിനാണ്? ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്തിനാണത്? മനുഷ്യൻ ഇറച്ചി കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ വായിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ്. ഈ വചനമാണ് ഇനി 10 കൽപ്പനയായിട്ട് മോശസിന് കൊടുക്കാൻ പോണത്. അപ്പോൾ മോശസിന് കൊടുക്കാൻ പോണ കൽപ്പനയെക്കുറിച്ച് ഹി വാസ് സോ കോൺഷ്യസ് അബൌട്ട് ആൻഡ് മെഡിറ്റേറ്റഡ് ഓൾറെഡി മെഡിറ്റേറ്റഡ്. ആ മെഡിറ്റേഷൻ്റെ കാലത്താണ് ഈ സൗമ്യത വരണത്. ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന വൻ കാര്യങ്ങളെ ഓർക്കുമ്പോൾ അയാൾക്ക് സൗമ്യത വരണതാണ്. എന്താണ്? ഇവർ ഇറച്ചിച്ചട്ടിയും വെക്കൊക്കെ പറഞ്ഞാൽ മോശസ് അതിൻ്റെ പുറകെ തുള്ളത്തില്ല.
തുള്ളാതെ ആ മനുഷ്യൻ സൗമ്യതയോടെ നിൽക്കും. എന്താണ് ഈ മരുഭൂമിയിലൂടെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്ന നിയമാവർത്തനം 8:3 അനുസരിച്ചുകൊണ്ട് അതെന്തിനാണ് മരുഭൂമിയിലൂടെ അയച്ചത്? നിങ്ങളെ എളിമപ്പെടുത്താനും. ഇവരെല്ലാ അഹങ്കാരികളും തോന്നിവാസികളുമായിരുന്നേ. നമ്മൾക്ക് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേച്ചറ്, കൃപ ആർജിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻസ്, സ്വഭാവം, പെരുമാറ്റക്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മർദ്ദങ്ങളാണ് പലപ്പോഴും സഹനത്തിൻ്റെ സാഹചര്യമായിട്ട് വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സത്യം. ഈ സത്യം നമ്മൾ അറിയുകയും, കർത്താവ് എന്താ പറഞ്ഞത്? ഇതുപോലെ ഒത്തിരി സത്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ദൈവത്തിൻ്റെ മനസ്സെന്താണ്, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനോഗതി എന്താണ്, അതാണ് സത്യം. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾ സ്വതന്ത്രം 8:32 എടുത്ത്. യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ സ്വതന്ത്രരാക്കുക എന്നുള്ള വാക്ക് പൊതുവായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. സത്യം നിങ്ങളെ സൗമ്യതാക്കി. മോസസ് എന്ത് സത്യം പറഞ്ഞു? സങ്കീർത്തനം 107:3 അനുസരിച്ചുകൊണ്ട്, 103:7 അനുസരിച്ചുകൊണ്ട് മോസസ്, ദൈവമായ കർത്താവ് മോസസിന് തൻ്റെ വഴികൾ പറഞ്ഞു കൊടുത്തപ്പോൾ സത്യം അറിഞ്ഞു. മോസസ് എന്ത് ചെയ്ത്? മോസസ് 12:3 അനുസരിച്ചുകൊണ്ട് സൗമ്യനായി. അതാണ് 8:32 ഈശോ പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സൗമ്യതയുള്ളവരാക്കുകയും ചെയ്യും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കേട്ടോ, അതിൻ്റെ വചനത്തെ കണക്ഷൻ പോകണ്ടില്ലേ? അപ്പോഴേ എന്താ ചെയ്യണത്? ഓരോ വിഷയത്തിനും നമുക്ക് സൗമ്യത ഉണ്ടാകും, ക്ഷമയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമുണ്ടാകുന്ന ഒരു നിർബന്ധവും ഇല്ല. അത് നിങ്ങളുടെ മാനുഷികമായ പ്രകൃതിയായിരിക്കാം. പക്ഷേ പരിശുദ്ധ അമ്മ നിറവേറ്റുന്ന ഒരു സൗമ്യത എന്ന് പറയുന്നത് സുവിശേഷ വിഹിതമാണ്. നിങ്ങൾ സൗമ്യത കാണിച്ചാൽ ആ സൗമ്യത നിങ്ങളുടെ അപ്പന്മാരുടെ കാലത്ത് ശാന്തപ്രകൃതിയുള്ളവരായിരിക്കും. ഗാന്ധിക്ക് എന്താ കുഴപ്പം? ഗാന്ധിക്ക് എന്താ? ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ ഗാന്ധിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അടി കൊണ്ടിട്ടും ആ മനുഷ്യൻ്റെ അങ്ങനെ ചവിട്ടിയില്ലേ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച്, അതും സൗമ്യതയാണ്. പക്ഷേ അതും സുവിശേഷ സൗമ്യതയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ കാര്യം? അത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ പച്ചക്കറിയൊക്കെ തിന്ന് കഴിയുമ്പോൾ, ഇറച്ചിയൊന്നും തന്നെ കഴിക്കുമ്പോൾ ശരീരത്തെ തണുപ്പുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായ സൗമ്യതയുണ്ട്. അതൊന്നും കൃപയൊന്നുമല്ല. സൗമ്യത എന്ന് പറയുന്നത് ഒരു ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ വഴികൾ അറിയണം. ദൈവം വരപ്രസാദം നിറക്കാനും ദൈവം എന്നിൽ വസിക്കാനും വേണ്ടിയാണ് ദൈവം എൻ്റെ പെരുമാറ്റത്തെ ക്രമീകരിച്ചുകൊണ്ട്, ദൈവം ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകിക്കൊണ്ട്, ഫലങ്ങൾ നൽകിക്കൊണ്ട് എന്നെ സൗമ്യനാക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ലക്ഷ്യമാണ് ദൈവത്തിൻ്റെ സത്യം. മനസ്സിലായില്ലേ? എന്താണ് സത്യം എന്ന് ചോദിച്ചപ്പോൾ പിലാത്തോസ് ചോദിച്ചത്, യേശു മിണ്ടിയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എന്താണ് സത്യം? ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യോഹന്നാൻ 18:38. യോഹന്നാൻ 18:38. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? എന്താണ് സത്യം? എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോൾ വളരെ സൗമ്യതയോടെ നിന്നുകൊണ്ട് കർത്താവ് എഴുതില്ല. ആരാ പ്രധാന പുരോഹിതൻ്റെ ഭൃത്യൻ അവൻ്റെ കനക്കുട്ടി അടിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സത്യമാണ് പറഞ്ഞതെങ്കിൽ നീ എന്നെ പ്രഹരിച്ചത് എന്തിന്? സൗമ്യതയോടെയല്ല ചോദിച്ചത്. എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്യാൻ തുടങ്ങി, പിതാവ് തന്നോട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കി. ആ സത്യവും മനസ്സിലാക്കിയ കാരണം അവൻ സ്വതന്ത്രനായിരുന്നു. അവന് ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. എന്ന് നമുക്ക് പരാതിയില്ല, എന്ന് നമുക്ക് പരിഭവമില്ലാത്ത രീതിയിൽ എത്തിച്ചേരുന്നുവോ അവിടെ വെച്ച് നമ്മൾ സത്യമാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങളിലുണ്ടാകുന്ന ഉടമ്പടി, നിങ്ങളുണ്ടാക്കുന്ന ഒരു പെരുമാറ്റ ക്രമമുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾ നല്ല ബോധമുള്ളവരായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ആൻഡ് കൈൻഡിനെ കുറിച്ച് മാത്രം പരിമാറി IITS പാസ്സായി വസ്തു വിറ്റൊന്നും പറഞ്ഞ് നടക്കരുത്. മറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റം ഉണ്ടായി, അതെങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം നിങ്ങളെ പ്രശ്നങ്ങളിലൂടെ പ്രസാദപരം നിറയാൻ വേണ്ടി ഒരുക്കി. ദാറ്റ് ഈസ് ദ തോത്ത്. അതാണ് സത്യം എന്ന് പറയണത്. ആ സത്യം നിങ്ങൾ അറിയുകയും നിങ്ങൾ ഇനി എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും നിങ്ങൾ ക്ഷോഭിക്കത്തില്ല. എന്താ കാര്യം? സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇത് വരുമ്പോഴാണ് ഇനി ദൈവം നിങ്ങളെ കൃപ നൽകേണ്ടത്. ഈ സത്യത്തിലേക്ക് വരുമ്പോൾ, ഈ രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം ശക്തി തരും. അതെന്തിനാണ്? ദൗത്യത്തിന് വേണ്ടിയുള്ളതാണ്. സുവിശേഷ വേലയ്ക്ക് ഇതുപോലെയുള്ള ദൗത്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ IITS പാസ്സായിട്ട് 10 പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലക്കാരായി മാറുന്നില്ല. അതിലേക്കുള്ള വഴിയാണത്. മറിച്ചെന്താണ്? ക്രിസ്തുവിനെ കൈമാറണമെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾ നിങ്ങളെ പറയും. അപ്പോൾ ജനങ്ങളെ പറയുമ്പോൾ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുമെന്ന് പറയത്തില്ലേ?
എനിക്ക് തോന്നുന്നത് റോമ 14 രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. റോമ 12:14. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സുവിശേഷം കൈമാറുമ്പോൾ നമുക്ക് ശപിക്കാൻ പറ്റിയ കുറേ സാഹചര്യങ്ങൾ ഉണ്ടാകും. നീ മുടിഞ്ഞു പോകണമെന്നൊക്കെ നമുക്ക് പറയും. അത് നമ്മൾ പിശാചം ഉണ്ടെങ്കിൽ പറയത്തുള്ളൂ. പക്ഷേ നീ സുവിശേഷ വേലക്കാരിയായ കൃപയെ പാത്രമായി ഇരിക്കുകയും ക്രിസ്തുവിനെ കൈമാറുകയും ചെയ്യുമ്പോൾ അവനെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. അതാണ് സുവിശേഷ വേല. കാര്യം നമുക്ക് ഇതുപോലെ ആശീർവദിക്കാൻ ഒരു ദിവസം 5 പേരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു. നമുക്കൊരു ആശീർവദിക്കാൻ നമുക്ക് 5 പേരെ കർത്താവിനെ കൈമാറുന്നതിൻ്റെ പേരിൽ ഇപ്പം ഈ പിള്ളേരൊക്കെ ഇപ്പോഴത്തെ യൂത്തൊക്കെ നമ്മളെ ഞെട്ടിച്ച് കളയുന്നുണ്ട്. അവർ പറഞ്ഞ കർത്താവിനെ ആരെ കണ്ടാലും എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നുമെന്ന്. അത് രക്ഷപ്പെട്ടില്ലേ? അവൾ നിത്യ ഉടമ്പടിയിലാണ് ശരിക്കും പറഞ്ഞാൽ. ആരെ കണ്ടാലും എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നുമെന്ന്. അപ്പോൾ തന്നെ ഈ ആൾ എൻഗ്രേസ്ഡ് ആണ് ആൾ ശരിക്കും. നടപടി പുസ്തകം 14:9 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 പ്രവർത്തനങ്ങൾ 14:9. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ വിശ്വാസ കൈമാറ്റത്തിൻ്റെയൊക്കെ വരികയാണ്. 14:26 എടുത്ത് അന്ത്യോക്യയിൽ വെച്ചാണ് അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. ദൗത്യത്തിനാണ് കൃപ. മനസ്സിലായില്ലേ? അല്ല IELTS പാസ്സാകാനും അതുപോലെ തന്നെ വസ്തുവിക്കാനും പാകോടുപടി അടക്കാനും അനുഗ്രഹം മതി. അത് യൂസാന്തരം, അത് കഴിയുമ്പോൾ തീർന്ന്. പക്ഷെ നമുക്ക് തീരാത്ത സംഭവം എന്താണ്? കൃപയാണ്. ഗലാത്യർ 6:19 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഗലാത്യർ 6:18. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കൃപ എവിടെ ഉണ്ടാകണത്? ആത്മാവിന്റെ കൂടെയാണ്, ശരീരത്തിന്റെ കൂടെ അല്ല. നമ്മുടെ ബ്ലെസ്സിങ്സ് എവിടെ ഉണ്ടാകണത്? ശരീരത്തിൻ്റെ കൂടെയാണ്. വീട്, ജോലി, വിവാഹം, രോഗസൗഖ്യം, ഈ ശരീരത്തിന് പറ്റുന്ന കാര്യങ്ങളാണ്. അത് കഴിയുമ്പോൾ കുറച്ച് പോകും, അത് നഷ്ടപ്പെടും. പക്ഷേ ആത്മാവിൻ്റെ കൂടെ ഉള്ളത് നിത്യജീവന് വേണ്ടി കരയേറ്റും. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ എന്താണ്? ഉടമ്പടി പുതുക്കി വരുമ്പോൾ ഇപ്പോഴേ എന്താണ് മരതക നിറം വന്നിട്ട് എന്താണ് ഇന്ദ്രനീല നിറം അത് വരുന്നുണ്ട്. ഉടമ്പടി അതായത് സിൽവർ ഗ്രേ കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനീലത്തേക്ക് വരുമ്പോൾ എന്താണ് വരണത്? കൃപയിൽ നിറഞ്ഞു നിൽക്കേണ്ട വ്യക്തികളായിരിക്കണം. അതാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ചില ആൾക്കാർക്ക് ഉടമ്പടി ചില പുതുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ചിലർ പുതുക്കി കഴിയുമ്പോൾ അവരിപ്പോഴും പണ്ടത്തെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവർക്ക് സുവിശേഷത്തെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ ഒരു കാഴ്ചപ്പാടും ഇല്ല. കാര്യം ഒരു കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവിനെ കൈമാറുന്നതിന് വേണ്ടി അവർ ജീവിതം ഒഴിഞ്ഞു വെക്കും. മറ്റെല്ലാം കർത്താവ് നോക്കിക്കൊള്ളൂ എന്നവർ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഏറ്റെടുത്ത നമുക്ക് ലഭിക്കണത് എന്താണ്? കൃപയാണ് ലഭിക്കണത്. അപ്പോൾ ഒരു വിഷയം ഇത്തിരി ലാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ദൈവം നിന്നെ തള്ളി കൊണ്ടുപോയി അനുഗ്രഹത്തിൽ നിന്ന് കൃപയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്, അതാണ് സത്യമെന്ന് അറിഞ്ഞിട്ട് സത്യം നീ സ്വതന്ത്രമാകണം. നടക്കണില്ലല്ല 3 തിരി കത്തിച്ചല്ല 10 തിരി കത്തിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഇടിച്ച് ബഹളം ഉണ്ടാക്കുകയല്ല ചെയ്യണത്. കർത്താവ് എന്നെ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്നെ സുവിശേഷ വേലക്കായി നീക്കി വെക്കുന്നു, എനിക്ക് അനുഗ്രഹത്തെക്കാൾ കൂടുതൽ അനുഗ്രഹത്തിനൊപ്പം കൃപയും തരാൻ പോകുന്നു എന്നുള്ളതാണ് ഉടമ്പെട്ട സത്യം. ആ സത്യം അറിഞ്ഞ് നീ സ്വതന്ത്രമാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കൈയടിച്ച് കർത്താവ് സ്തുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ കൃപമതിയേ കൃപമതിയേ ഹല്ലേലൂയ കൃപമതിയേ കൃപമതിയേ
ഉടമ്പടിയിൽ എപ്പോഴും ദൗത്യമുണ്ട്. എന്താ കാര്യം? ദൗത്യം യേശുവിനെ കൈമാറുന്നതാണ്. ഇതിന് നിങ്ങളെ ആദ്യമേ തന്നെ നിയോഗം ഏറ്റവും വലിയ യേശു കൈമാറ്റമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പോൾ വലിയ സംഭവം നടന്നു പോയേനും. ആദ്യമേ തന്നെ പറയണമായിരുന്നു ഉടമ്പടിക്കുമ്പോൾ തന്നെ, കർത്താവേ ഒന്നാമത്തെ നിയോഗം എൻ്റെ വിശ്വാസ കൈമാറ്റമാണെന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ, എന്നെ കർത്താവെ സുവിശേഷത്തിൻ്റെ ആളാക്കി മാറ്റണേ എന്ന് പറഞ്ഞെങ്കിലേ നേരത്തെ കൃപയായി പോയേനും. കാരണം കൃപ അതിനേ ഉള്ളൂ, ദൗത്യത്തിന് ആവശ്യമായ കൃപ. അതാണ് 14:26 നടപടി പുസ്തകം എന്ന് പറയുന്നത്. കാര്യം എന്താ അറിയാമോ? വിശ്വാസം ഒന്ന് ആൾക്കാർക്ക് ഉണ്ടാകണമെങ്കിൽ എന്തിൽ നിന്നുണ്ടാകും? കേൾവിയിൽ നിന്നുകൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. 10:17 എടുത്ത റോമ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? കേൾവിയിൽ നിന്നേ പറ്റത്തുള്ളൂ. കേൾവി ആരെക്കുറിച്ച് പറയണം? ക്രിസ്തുവിനെ കുറിച്ച് പറയണം, അല്ലാതെ പഞ്ചതന്ത്രം കഥ പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾവിയാണ്. കേൾവിയാണ്, കാര്യം ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യണം? അത് ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. എന്താ ഒന്നുകൂടി വായിച്ചേ? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള, ഒന്ന് പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെതാണ് നമ്മുടെ കൃപാസനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ചെയ്യും. പിന്നെ എന്താണ്? സാക്ഷ്യം നിങ്ങളുടെ പ്രസംഗമാണ്. ലേമേൻ്റെ സെർമണാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ വിശ്വാസിയുടെ വിശ്വാസ പ്രഘോഷണമാണ് സാക്ഷ്യം. നിങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്നാണ് ആൾക്കാർ വിശ്വാസത്തിലേക്ക് വരണത്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, സാക്ഷ്യത്തിന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ആൾക്കാരായി മാറും. പ്രയോജനമില്ല പിന്നെ ദൈവത്തിന് എന്താ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സുനിലിനൊക്കെ വീണ്ടും അസുഖം വരണം, തിരിച്ചു വരുന്നത്. എന്താ കാര്യം? അയാൾ സാക്ഷ്യം പറഞ്ഞില്ല. സാക്ഷ്യം പറഞ്ഞിരുന്നെങ്കിൽ അയാൾ എത്രയോ പേരെ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നേനും. ഇനിയും കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അയാളുടെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ 1 കൊല്ലം നഷ്ടപ്പെട്ടു, 3 കൊല്ലം നഷ്ടപ്പെട്ടേക്ക്. നിങ്ങൾ സാക്ഷ്യം പറയാൻ താമസിക്കുന്ന അനുസരിച്ച് ക്രിസ്തുവിനെ കൈമാറാനുള്ള കാലങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ പാടാണ്. അത് ഇറ്റ് ഈസ് ഗോൺ ഫോർ എവറാണ്, തീർന്നു. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ കർത്താവ് നൽകിയ സാക്ഷ്യം സമൂഹത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ നോക്കണം. വിശ്വാസത്തിന് വേണ്ടി അതിനാണ് കൃപയുള്ളതെന്നാണ് പറഞ്ഞത്. എന്താണ്? ദൗത്യത്തിനാണ് കൃപയുള്ളത്, ദൈവത്തിൻ്റെ ശക്തിയുള്ളത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യം എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ ഒരു പ്രസംഗമാണ്. ഇവിടെ എല്ലാം നടത്തിയിരിക്കുന്നത് എന്താണ്? കൃപാസനത്തിൽ 25 സാക്ഷ്യം ഒരു ദിവസം പറയും. എന്താണ്? അനുഭവ പ്രസംഗമാണത്. അനുഭവത്തിൻ്റെ പ്രസംഗമാണ് വിശ്വാസം, സാക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രാസംഗികനില്ലാതെ ആരും വിശ്വസിക്കുന്നത്. എടുത്തേ വചനം എടുത്തേ, റോമ 10:14. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 10:14. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കാം? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കുമെന്ന് ചോദിക്കുന്നത് തന്നെയാണ് റോമ 10:14 തന്നെയാണ് വിശ്വാസം കേൾവിയിൽ നിന്ന് പറയുന്ന 10:17 വരണത്. അതായത് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ
നിങ്ങൾ വിശ്വാസത്തിൻ്റെ സുവിശേഷ വാഹകരായി മാറുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ എന്നെ സുവിശേഷ പ്രസംഗകനായി പ്രാസംഗികയായി അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ കേട്ട വചനത്തെക്കുറിച്ച് ഇപ്പോൾ ധ്യാനിക്കുന്നു. നീ ആദ്യം ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോശയെപ്പറ്റി. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ സൗമ്യനായിരുന്നു എന്നാണ് തിരുവചനത്തിലൂടെ, സംഖ്യാപുസ്തകത്തിലൂടെ ഞങ്ങൾ ശ്രവിച്ചത്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ എളിമയെന്ന പുണ്യം നിറയ്ക്കുവാൻ ഈ ആരാധനയുടെ യോഗ്യതയാൽ കരുണയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മനുഷ്യരോട് സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി സഹായം അഭ്യർത്ഥിച്ച് ഈശോയുടെ വൻ പദ്ധതികൾക്കായി ഞങ്ങളെ തന്നെ എളിമയോടുകൂടി വിട്ടുകൊടുക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ കൃപയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തോട് ചേർന്നുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളെ ചിതറിച്ചു, എളിമയുള്ളവർക്ക് കൃപ നൽകി. അതേ, ശക്തന്മാരെ അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു കളഞ്ഞു. ഈശോയെ, ധ്യാനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു, സാക്ഷ്യം പറയാതെ ഞങ്ങൾ ദൈവ തിരുസന്നിധിയിൽ നിന്ന് വിട്ടോടിയ സമയങ്ങളെല്ലാം ഞാനാണ് ദൈവമെന്ന് മനസ്സിൽ പ്രഖ്യാപിച്ച്, ഈശോയെ, നിന്റെ മഹത്വം അത് നിനക്ക് തന്നെ നൽകാതെ പോയ അവസരങ്ങളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഈശോയെ, നിന്റെ സുവിശേഷ കൈമാറ്റത്തിനായി ഞങ്ങളെ പരുവപ്പെടുത്തിയെടുക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഈശോയെ, ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ പദ്ധതി ഞങ്ങളുടെ എളിമപ്പെടലിലൂടെ തുറന്നു കിട്ടുവാൻ ഈശോയെ, ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ തകർച്ചകളിൽ മുങ്ങിത്താഴുമ്പോൾ നീ വചനത്തിലൂടെ പറഞ്ഞത് കഴിഞ്ഞകാല ദൈവാനുഭവങ്ങളെ നീ ഓർത്തെടുക്കണം എന്നാണ്. ഈശോയെ, നാളിതുവരെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കരുണയാണ്, കരുതലാണ്, സംരക്ഷണമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്റെ മുമ്പിൽ ഞങ്ങൾ ഈ സമയം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കൃപയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവപിതാവേ, പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി എന്നും ദൈവ തിരുസന്നിധിയിൽ നിന്റെ വചനത്തിന് കാതോർത്തുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സാക്ഷ്യം പറയാനുള്ള ഞങ്ങളുടെ മടിയെ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിനെയൊക്കെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നീ എന്തെല്ലാം ഞങ്ങൾക്ക് ചെയ്തുവോ അതിനെല്ലാം പ്രതി മറ്റുള്ളവരുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ സുവിശേഷ സാക്ഷ്യമാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ നീ അരുളി ചെയ്തതുപോലെ അനുതപിച്ച്
ഏതവസ്ഥയിൽ നിന്നാണ് നീ അധംപതിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ നിന്റെ ദീപസ്തംഭം എടുത്തു മാറ്റുമെന്നാണല്ലോ ഈശോ നീ തിരുവചനത്തിലൂടെ അരുളി ചെയ്തത്. ഈശോ അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയിട്ടും സാക്ഷ്യജീവിതം നയിക്കാതെയുള്ള ഞങ്ങളുടെ ജീവിത നടപടികൾ ഈ ആരാധന അവസാനത്തെ താക്കീതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ദിവ്യകാരുണ്യനാഥ, എളിമപ്പെട്ടുകൊണ്ട് നീ ചെയ്ത വൻ കാര്യങ്ങൾ ഹെബ്രായർ 2:4 തിരുവചനത്തിലൂടെ നീ പറഞ്ഞതുപോലെ ദൈവം പ്രവർത്തിച്ച അതിശക്തമായ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് സുവിശേഷം പകർന്നു കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ദിവ്യകാരുണ്യനാഥ, കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷാ മേഖലകളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന സഹോദരങ്ങളെ, ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി മുടക്കി മനഃപൂർവ്വം നിബന്ധനകൾ പാലിക്കാതെ ജീവിക്കുന്ന മക്കളെ എല്ലാം ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഈ ആരാധന നിന്റെ ഒരു വിളിയാണെന്ന്, നിന്റെ സ്നേഹത്തിലേക്കുള്ള വിളിയാണെന്ന് ആ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതവസ്ഥയിലാണ് അധംപതിച്ചതെന്ന് ഓർത്ത് ഈശോയെ നിന്റെ തിരുസന്നിധിയിലേക്ക് എത്രയും സ്നേഹത്തോടെ തിരിച്ചു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാവരും ഇരുന്നേക്ക്. സമാപന രോഗസൗഖ്യ പ്രാർത്ഥന. എൻ്റെ മക്കളെ രോഗമുള്ളിടത്ത് കൈകൾ വെക്കണമേ. ഉദരരോഗമുള്ളവർ ഉദരരോഗത്തിൽ കൈ വെക്കണം. ഗർഭിണികളെ കൈകൾ വെക്കണം. ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനിലുള്ള ഗർഭിണികൾ അവരുടെ ഉദരത്തിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവ് നിന്നെ തുടർന്ന് അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിൻ്റെയൊക്കെ ആവശ്യിക്കുന്ന സമയമാണ്. മാറാത്ത മെനിഞ്ചേസ് തലവേദനയുള്ളവർ ശിരസ് കൈവെക്കേണ്ടതാണ്. മുഴകളുള്ളവർ മുഴകളുള്ള സ്ഥലങ്ങളിലേക്ക് കൈവെക്കേണ്ടതാണ്. കർത്താവിന് തിരുമുറുവാർന്ന വലുതുകരമായി അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. എവിടെയാണ് വേദന, അടിപ്പിണ പോലെ വൈദാഖ്യം ദൈവികമായ ശക്തി അതിലേക്ക് ആവശ്യിച്ചുകൊണ്ട് കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 10,000 ഇതിനകം സുഖപ്പെടുത്തി അമ്മയുടെ മാധ്യസ്ഥം ഇപ്പോൾ നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മക്കള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശിരസ് രോഗം അല്ല ഹൃദയ രോഗമുള്ളവർ ഇടനെഞ്ച് കൈവെക്കുക. കരളുള്ളവർ പതിക്ക് താഴെ കൈവെക്കുക. കർത്താവ് നിന്റെ വിശുദ്ധ മക്കളെ സ്തുതിക്കട്ടെ. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ തിരുമുറുപാർന്ന് വരദകരം അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഓരോ മകൻ്റെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിപ്പിണർ പോലെ കർത്താവിന് സത്യം ഒഴുകട്ടെ. വൈദാഖാനം പോലെ കർത്താവിന് സത്യം ഒഴുകട്ടെ. വൈദാഖാനം പോലെ ദൈവത്തെ ഒഴുകട്ടെ. അടിപ്പിണർ പോലെ കർത്താവിന് സത്യം ഒഴുകട്ടെ. ഉച്ചയിലെ സന്ധി ബന്ധങ്ങളിലെ കർത്താവിന് നിറയട്ടെ. കർത്താവിന് മുൾക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധരെത്താം. കർത്താവിന് മുൾക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധരെത്താം. കർത്താവിന് മുൾക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തം ഓരോ മകൻ്റെ സ്ഥിരത്തിന് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം ഒഴുകട്ടെ. കർത്താവേ, നീരവേദനക്കാരെ, രോഗമാരക രോഗമുള്ളവരെ, തീരാവേദികള്
ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ അവസാദ രോഗികൾ, ഡിപ്രഷൻ രോഗമുള്ളവർ കർത്താവ് സ്പർശിക്കട്ടെ. അവസാദമുള്ളവർ, ഡിപ്രഷൻ രോഗമുള്ളവർ കർത്താവ് സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ പൂർണ്ണമായി മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവമേ എന്റെ ഉള്ളിൽ ആത്മാവാം ദൈവമേ എന്റെ ഉള്ളിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ് വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൈകൾക്ക് രണ്ടും നെഞ്ചൽ കൂട്ടിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കൈകൾ രണ്ടും നെഞ്ചൽ കൂട്ടിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി തിരുവിഴാവിൽ മുറിവേറ്റവനെ, കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി മുളുക്കിടം ചൂടിയവനെ, എന്റെ തിരുപ്രഭാതം വലതുകരം മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാത്ത സ്പർശിക്കണേ. കർത്താവ്, സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയി സ്പർശിക്കണമേ. കർത്താവ്, പൈസ അടക്കം ഇല്ലാത്ത കൊണ്ട് പഠനം നിർത്തേണ്ടി വരേണ്ട ആൾക്കാരെ സ്പർശിക്കണമേ. കർത്താവ്, അവിടെ കുടുംബങ്ങളെ സ്പർശിക്കണമേ. കർത്താവ്, സ്ഥലസംബന്ധമായ കേസുള്ളവരെ, ഭാഗോടമ്പടി നടക്കാത്തവരെ, കോടതി കേസിന്റെ വിധി പറയാനിരിക്കുന്നവരെ, എല്ലാ വിധികളെയും സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, കുടുംബങ്ങളിൽ കലഹമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കൾ ദുർനടപ്പിനും അതുപോലെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പല പല ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടും കർത്താവേ മക്കളില്ലാതിരിക്കുന്നവരുണ്ട്. കർത്താവേ, ഗർഭത്തിൽ വെച്ച് തന്നെ എല്ലാ കുഞ്ഞുങ്ങളും അലസിപ്പോയത് കർത്താവ്, ഇനി കുഞ്ഞുങ്ങളുണ്ടാകുകയില്ലേ എന്ന് ഓർത്ത് വയറേപ്പത്തെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ്, അടിപ്പിനെ പോലെ ദൈവികമായ ശക്തി അവർക്ക് ആവശ്യിക്കുകയും അവർക്ക് കർത്താവ് കുഞ്ഞുങ്ങൾ നൽകുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചില ആൾക്കാരുടെ ചവിട്ടിപ്പിടുത്തം കാരണം, ചില ആൾക്കാരുടെ മർക്കട മുട്ടി കാരണം ഒരു ഫയലും നീങ്ങാത്ത അവസ്ഥയുണ്ട്. ചില നല്ല കാര്യങ്ങൾ നന്മയുള്ളതും നമുക്ക് നടക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ചില മനഃപൂർവ്വം നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന, വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മക്കള്, കോടതി കേസ് കിടക്കുന്നവർ, കുടുംബ കോടതി കേസുള്ളവര്, അദാനത്തിനും ഒത്തുതീർപ്പിനും വിളിച്ചിരിക്കുന്നവർ, കർത്താവെ പരിശുദ്ധാത്മ പ്രവർത്തിക്കണ ഈശോയെ. അവരെല്ലാം ചെല്ലുന്ന സ്ഥലങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കണം. കർത്താവെ, എന്താണ് നന്മ, എന്താണ് ഗുണമെന്ന് നിനക്കറിയാം. നിന്റെ തിരുമനസ്സം പോലെ കർത്താവ് അതെല്ലാം ക്രമീകരിക്കപ്പെടാൻ കർത്താവ് സാത്താന്റെ ശക്തികൾ യേശു ക്രിസ്തു നാം നിഖനിക്കപ്പെടട്ടെ. ശ്രുതികട ഹല്ലേലൂയ. കർത്താവെ, കടകമ്പോളങ്ങൾ നടക്കുന്നവരെ, ജീവിത മാർഗത്തിന് വേണ്ടി കർത്താവെ ഓരോ തൊഴിലിടങ്ങൾ ഇട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. പലവരെ സർവീസ് സെന്ററിൽ ഇട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. പല സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് ഈശോയെ. ഓരോ സ്ഥാപനങ്ങളിലും കർത്താവെ ഒരാൾ വേലയെടുത്തിട്ട് ജീവിക്കേണ്ട കുടുംബങ്ങൾ അനവധിയാണ് കർത്താവെ. അവർക്കെല്ലാം കടങ്ങളും ആവശ്യത്തിലേറെ ഉണ്ട് കർത്താവ്. അവരെല്ലാം സ്പർശിക്കണമേ. സ്തുതിക്കട്ടെ.
സൗഖ്യം പെരയും വീടും വിൽക്കാൻ പോകുന്നുണ്ട് ഈശോയെ. വിൽക്കേണ്ട കാര്യമില്ലാതെ നടക്കുമെന്ന് അങ്ങേക്ക് അറിയാമെങ്കിൽ കർത്താവ്, അതാണ് ശരിയെങ്കിൽ കർത്താവ് വിൽപ്പിക്കാതിരിക്കാൻ ഇടയാക്കണമേ കർത്താവ്. കർത്താവ് അവർക്ക് പേരെ വെക്കാൻ ആഗ്രഹത്തിൽ വെക്കാൻ പറ്റാത്ത സ്ഥലം വാങ്ങാൻ പറ്റാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ് പലതരത്തിലുള്ള വിഷമതകൾ കുടുംബത്തിൽ അനുഭവിക്കുന്നവരെ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് മക്കളും മാതാപിതാക്കന്മാരും ഒക്കെ പ്രയാസപ്പെടുകയും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുകയും കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടുകയും നരതുല്യമായ ജീവിതം അനുഭവിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവെ നീ കയറി ചെല്ലണമേ. നീ അത് ഭവനത്തിൽ പ്രവേശിച്ചാലും ഭവന സമാധാനം ആശംസിക്കുക. അളിച്ച കർത്താവിൻ്റെ സമാധാനം ആ കുടുംബങ്ങളിലേക്ക് ഭരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛൻ പറയാതെ എൻ്റെ കാര്യം പറയും ഇപ്പം പറയുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയണില്ലല്ലോ കർത്താവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ ഉണ്ട്. അവരുടെ കാര്യമാണ് ഇപ്പോൾ കർത്താവ് ഏറ്റെടുക്കാൻ പോകുന്നത്. അവർക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. മുട്ടയെന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷ കൈമാറ്റത്തിനുള്ള അധിക കൃപ, മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ നിന്നെ ഏറ്റുപറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം അതീവ സ്നേഹത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.